തുടങ്ങുവാണെങ്കിൽ പഠിത്തത്തിൽ തൊട്ട് സപ്പോർട്ട് അമ്മയാണ്. അതിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോഴും അമ്മ പറഞ്ഞു ഞാൻ ലോൺ എടുക്കാം, നീ പഠിച്ചു. അതും പൈസ ഒന്നും കണ്ടിട്ടൊന്നുമല്ല ഞാൻ പഠിച്ചത് ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗോ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലും അല്ല. ഞാൻ പഠിച്ചത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അമ്മ പറഞ്ഞു ഞാൻ ലോൺ എടുക്കാം, നീ പഠിച്ചു. അതിങ്ങനെ വലിയ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബാധ്യതകളോ ഒന്നുമില്ല നമ്മുടെ വീട്ടില്. പക്ഷെ എന്താ പറയാ, നമുക്കൊരു വലിയ സംഭവം അഫോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നീ പഠിച്ചോ, ഞാൻ ലോൺ എടുത്തോളാം. എന്താ പറയുക, ധൈര്യത്തിൽ എന്നെ വിട്ട്. അതും എന്താ, ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടാനാ? അതൊക്കെ ആര് പ്രതീക്ഷിക്കുന്നു? എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവും എന്നൊക്കെ അമ്മയ്ക്ക് 7 സെൻസ് ഒന്നും ഇല്ല. എന്തായാലും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യും, സമ്പാദിക്കാൻ തുടങ്ങും, സിനിമ ചെയ്യുന്നൊക്കെ ആർക്കും അറിയില്ല. അമ്മ ഒന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാനൊരു എന്റർടൈൻമെന്റ് ഫീൽഡ് കയറുന്നൊന്നും. കാരണം ഒരു മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, ഒരു മേക്കപ്പ് പ്രോഡക്ട്സിന്റെ പേരറിയില്ല, ഒരു പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോലും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ശരത്ത്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് സ്കൂളിൽ, അപ്പോൾ ശരത്തും പ്രണവും ഗ്രീഷ്മയും എനിക്ക് ഇഷ്ടം പോലെ കളിയാക്കിയിട്ടുണ്ട് എന്നെ. അയ്യോ എന്ത് ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യാറുണ്ട്. അതായത് ഒട്ടും ഡ്രസ്സ് ചെയ്യാനും അറിയില്ല, കാണാനൊരു കോലും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ടൈം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മ എങ്ങനെ പ്രതീക്ഷിക്കാനാ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എത്തുമെന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല. അതൊന്ന്. പിന്നെ എൻ്റെ ഒരു എൻഗേജ്മെന്റ് ഭയങ്കര എല്ലാവരും കൂടി ആഘോഷിച്ച കാര്യം. കല്യാണം കഴിഞ്ഞതാണോ? എൻഗേജ്മെന്റ് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല ഗൈസ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് പ്രണയമായിരുന്നോ? 2021. അത് ഇതുപോലെ വീട്ടുകാരുടെ സമ്മതപ്രകാരം അവരാലോചിച്ചു വന്നു. അതും ഈ ആരുമില്ല, ഒറ്റയ്ക്കാണ്, അപ്പൊ ഒരു തുണ വേണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചായിരുന്നു. അപ്പൊ അതും ഓക്കെ ആവില്ല എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ ഇപ്പൊ എല്ലാ വീട്ടുകാരും നിർബന്ധിച്ച് നീ അത് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികളെ ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഒരുപാട് പെൺകുട്ടികൾ അവരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിപ്പിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണം കഴിപ്പിച്ചിട്ട് വേർപിരിക്കുന്ന പേരൻസും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന അവരോടൊക്കെ എന്തോ പറയാനുള്ളത്? അതായത് പെൺകുട്ടികൾ കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. പ്ലീസ്, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല, ഓരോ പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ മെച്ചോറിറ്റി എത്തുന്ന അവൾക്ക് തന്നെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നിങ്ങൾ പറയുന്നോ പേരൻസ് ആണ് അല്ലാന്നല്ല, ഒരിക്കലും പറയുന്നില്ല. പേരൻസ് തന്നെയാണ് എല്ലാം. അവരുടെ മെന്റൽ ഹെൽത്തും അവരുടെ സിറ്റുവേഷൻസും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കണം. പക്ഷെ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പെൺകുട്ടിക്ക് ഒരു ഇമോഷണൽ സ്ട്രെങ്ത് വേണ്ടേ? ഒരാളെ ഒരു പാർട്ട്ണറെ ലൈഫ് ലോങ് ചേർത്ത് പിടിക്കാൻ ഒരു ചില്ലറ സ്ട്രെങ്ത് ഒന്നും പോരാ. തീർച്ചയായിട്ടും. കാരണം ഇത് പശു അല്ലല്ലോ, കയറ് അഴിച്ചുവിടാൻ പറ്റത്തില്ലല്ലോ. ഒരു ചേർത്ത് പിടിക്കണം, കുറെ സാക്രിഫൈസ് ചെയ്യണം, ക്ഷമിക്കണം, സഹിക്കണം, ഫൈറ്റ് ചെയ്യണം. ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും. കാരണം എനിക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടെ വാല്യൂ നന്നായിട്ട് അറിയാം. ഒരു ഫാമിലി ചേർത്ത് പിടിക്കാൻ പെടുന്ന ഒരു പെടാപ്പാടുണ്ടല്ലോ, അത് ചില്ലറയൊന്നും അല്ല. ഇത് ശരിക്കും ഒരു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കുക അല്ലേ, അല്ലാതെ വീട്ടുകാരും നിർബന്ധത്തിന് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇന്ന്. ഒരിക്കലും ചെയ്യരുത്. പിന്നെ അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. ബാക്കിയുള്ള സന്തോഷത്തിന് ഇങ്ങനെ ജീവിച്ചോട്ടെ. എത്ര കാലം അങ്ങനെ ജീവിക്കും? അങ്ങനെ ജീവിച്ചിട്ട് എന്താ പോയിന്റ്? ആകെ എന്താ പറയാ, നമ്മൾ ഭൂമിയിലുള്ള സമയം ഇത്ര സമയം സമാധാനമാണ് വലുത്. ഏറ്റവും ഓ ശരിക്കും ഒന്നും വേണ്ട. എനിക്ക് സമാധാനം ഒരു തട്ടിലും 1 കോടി രൂപ ഇപ്പുറം എനിക്ക് സമാധാനം മതി. കാരണം 1 കോടി കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു നേരം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ കഴിയില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ആർക്കും വേണ്ടി തീരുമാനിക്കേണ്ടതല്ല ജീവിതം. അപ്പൊ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അശിക എന്ന് സംസാരിച്ചത് അല്ലേ?